ഹലോ ഹായ് നമസ്കാരം. ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിൻ്റെ 45-ാമത്തെ ദിവസം. ഈ ഒരു എപ്പിസോഡ് കാണുന്നതിന് മുമ്പേ തന്നെ ഒരുപാട് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത് റിയാസ് സലീം ആ ബിഗ് ബോസ് ഹൗസിൽ വന്നതിന് ശേഷം ലക്ഷ്മിയെ പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിച്ചു എന്നും ലക്ഷ്മി ഒരുപാട് തഗ് ലൈഫ് കൗണ്ടറുകളൊക്കെ പറഞ്ഞു എന്നുള്ളതും ലക്ഷ്മി മറ്റേ സംഭവമാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള കുറേ പോസ്റ്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പോസ്റ്റൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് റിയാസിൻ്റെ ഗെയിമും പാളിപ്പോയിട്ടുണ്ടാവും എന്നൊക്കെയാണ്. പക്ഷേ ആ ഒരു എപ്പിസോഡ് കണ്ടു കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് റിയാസ് തുടക്കത്തിൽ പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിച്ചത് അല്ലെങ്കിൽ ചെന്ന് കയറിയ ഉടനെ തന്നെ ആ വിഷയത്തിലേക്ക് കൈവച്ചത് അത് വേണ്ടായിരുന്നു എന്ന് തുടക്കത്തിൽ എനിക്കും തോന്നി. പക്ഷേ റിയാസിൻ്റെ ഗെയിം അവിടെ വളരെ സക്സസ്ഫുള്ളായി നടന്നിട്ടുണ്ട്. ലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് ക്യാരക്ടർ പോയിട്ടുണ്ട്. ആ ബിഗ് ബോസ് ഹൗസ് ഹോട്ടലിലെ ജനറൽ മാനേജർ എന്ന് പറയുന്ന തസ്തികയിൽ ലക്ഷ്മി അട്ടർ ഫെയിലിയർ ആയിട്ടുണ്ട്. അത് വളരെ വ്യക്തമായി നമുക്കതിൽ കാണാൻ പറ്റും നമ്മൾ ഗെയിം കാണുകയാണെങ്കിൽ. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഒരു വലിയ വിഭാഗം ആളുകൾ ബിഗ് ബോസിനെ കാണുന്നത് ഇപ്പോൾ ഒനിയിലും ഷാനവാസും ഒക്കെ ഈ ടാസ്കിനെ നോക്കിക്കാണുന്ന ഒരു രീതിയില്ലേ, ഹൈപ്പർ ഈഗോയോടുകൂടി നോക്കിക്കാണുക, അല്ലെങ്കിൽ എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ഒബ്സർവ് ചെയ്യാതെ കാര്യങ്ങളെ വിലയിരുത്താൻ ശ്രമിക്കുക. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് നേരത്തെ ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ളത് പോലെ അവർ ഗെയിം തൂക്കി എന്നൊക്കെ പറയുന്ന പോലത്തെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഗെയിമിനെ കുറച്ചും കൂടി ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ആ ഗെയിമിൻ്റെ ടാസ്ക് ലെറ്ററിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഓർത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. നമ്മുടെ ഒബ്സർവേഷൻസാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ആൻഡ് എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ ഇത് ഗെയിമാണ്. ഈ ഗെയിമിലെ കണ്ടസ്റ്റൻസിൻ്റെ സ്ട്രാറ്റജിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അവരുടെ പേഴ്സണൽ ലൈഫോ അവരുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആളുകളെ ഒന്നും ആക്രമിക്കാൻ ഈ വീഡിയോ ആണെങ്കിലും ബിഗ് ബോസ് ആണെങ്കിലും ഉപയോഗിക്കരുത് എന്ന് പറയുന്നൊരു റിക്വസ്റ്റ് മുന്നിലേക്ക് വെച്ചിട്ട് നമ്മൾ വീഡിയോയിലേക്ക് കടക്കുകയാണ്. ലാലേട്ടൻ്റെ കഴിഞ്ഞ ദിവസം വന്നൊരു പ്രൊമോ ഉണ്ടായിരുന്നു. ആ പ്രൊമോയിൽ പുള്ളി തന്നെ വോട്ട് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് പറയുന്നത്. ഏത് ബിഗ് ബോസിൽ വോട്ട് ചെയ്യേണ്ട ആവശ്യകതയെക്കുറിച്ച് വോട്ട് ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഡെമോ ഒക്കെ കാണിച്ചിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ അതിനകത്ത് ലാലേട്ടൻ ഇങ്ങനെ പറയുന്നത്, ഞങ്ങൾക്ക് തോന്നുന്നത് പോലെയാണോ ആളുകളെ നമ്മൾ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താക്കുന്നത്? അങ്ങനെ നമ്മൾ പുറത്താക്കിയാൽ അവിടെ ആരെങ്കിലും കാണുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇത്തവണത്തെ ബിഗ് ബോസ് ഹൗസിലെ കണ്ടസ്റ്റൻസിനെ വെച്ച് നോക്കുമ്പോൾ അച്ചട്ട. നമ്മൾ ഗെയിം കളിക്കാത്തവരെ എടുത്ത് പുറത്തേക്ക് ഇടുക എന്നൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ഹൗസ് ഇന്ന് തന്നെ പൂട്ടേണ്ടി വരും. അതിന് തോൽവി ഗെയിം കളിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് ഈ ബിഗ് ബോസ് ഹൗസിലെ ഹോട്ടൽ ടാസ്കും കൂടി കഴിയുമ്പോൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. ഇതിനകത്ത് ടാസ്കിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ബോധമുണ്ട് എന്ന് ഫീൽ ചെയ്തത് ഏറ്റവും അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ടാസ്ക് ഇതാണ് എന്ന് ഓർമ്മിപ്പിച്ച അഭിലാഷ് മാത്രമായിരുന്നു. അഭിലാഷ് അതൊരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് പറഞ്ഞത്. പക്ഷേ ആ പ്രതിഷേധത്തിന് അയാൾ ശബ്ദമുയർത്തുമ്പോൾ അയാളുടെ കയ്യിൽ നിന്നും ക്യാരക്ടർ പോകുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സോ ലാലേട്ടനും ബിഗ് ബോസിനും നല്ല ധാരണയുണ്ട്. നമ്മളായിട്ട് പുറത്താക്കുകയാണെങ്കിൽ എല്ലാത്തിനും വലിച്ച് പുറത്തിടേണ്ട സമയം കഴിഞ്ഞു എന്നുള്ളത് നല്ല കാര്യം. അതങ്ങനെ ഉള്ളിലേക്ക് വെച്ചോളൂ. നമുക്ക് ഈ ഒരു ഗെയിമിലേക്ക് നോക്കാം. ഓരോ സമയം മുന്നോട്ട് പോകുമ്പോഴും ഓരോരുത്തരും ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ പറയുന്നതിനേക്കാൾ ഓരോരോ ക്യാരക്ടേഴ്സ് എങ്ങനെയാണ് പ്ലേ ചെയ്തതെന്നുള്ളത് നമുക്ക് നോക്കാം. ഈ ടാസ്ക് ലെറ്റർ വായിച്ചു തുടങ്ങുമ്പോൾ ആദ്യം അനീഷ് വായിച്ചിട്ടുള്ളൊരു സംഭവമാണ് ആതിഥേയ മര്യാദകളോടുകൂടി അതിഥികളെ സ്വീകരിക്കുക എന്നുള്ളത്. ആ ഒരൊറ്റ ടേം വെച്ച് നോക്കിയാൽ തന്നെ ലക്ഷ്മി ഈസ് എ ഫെയിലിയർ ഇൻ ദിസ് ടാസ്ക്. അവർ ജനറൽ മാനേജറാണ്, കർക്കശക്കാരിയായിട്ടുള്ള ജനറൽ മാനേജറാണ്. കാര്യങ്ങൾ കൃത്യമായി മുതലാളിയെ വിളിച്ചറിയിക്കുക എന്ന് പറയുമ്പോൾ അവരെല്ലാ കാര്യങ്ങളിലും അത്രയധികം കീനായിട്ട് ഒബ്സർവ് ചെയ്യുകയും ആളുകളെക്കുറിച്ച് കുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കുകയൊക്കെ ചെയ്യുന്ന ആ ഒരു കർക്കശ സ്വഭാവം നമ്മൾ ഈ പറയുന്ന സ്റ്റാർ വിതരണം ചെയ്യുന്ന കാര്യത്തിൽ പോലും കാണേണ്ടതായിരുന്നു. തൊഴിലാളികളുടെ പേടി സ്വപ്നം എന്ന് പറയുമ്പോൾ അവിടെ ആരെങ്കിലും അവരെ മൈൻഡ് ചെയ്യുന്നു എന്ന് പോലും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ ആരെങ്കിലും മൈൻഡ് ചെയ്യുന്നു എന്നുള്ളതല്ല, അവരവരുടെ ക്യാരക്ടറിനെ മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക, അത് ആക്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ നടക്കണം. പക്ഷേ ഒരു പേടി സ്വപ്നമാവുന്ന ആളെ ഒന്നും നമ്മളവിടെ കാണുന്നില്ല. ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്ത് ആദ്യത്തെ ദിവസം നിങ്ങൾ ലക്ഷ്മിയെ നോക്കൂ. അങ്ങോട്ടേക്ക് ഗസ്റ്റായി വന്ന ശോഭ വിശ്വനാഥ് അവരെ അത്യാവശ്യം ട്രിഗർ ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ട്രിഗേർഡ് ആവുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ അവരവരുടെ ക്യാരക്ടറിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. പോയി കുളിച്ചിട്ട് വാ എന്ന് ഒന്നിലധികം തവണ പറയുമ്പോഴും യെസ് മാം ഞാൻ പോയി കുളിച്ചിട്ട് വരാം. അവിടെ ഇവർ പ്രൊവോക്ക് ആവുന്നതിനേക്കാൾ കൂടുതൽ ഗസ്റ്റിന് അതാണോ വേണ്ടത്, ഓക്കെ ശരി, അതൊരു ക്യാരക്ടറിനെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നതാണ്. പക്ഷേ റിയാസ് സലീം വന്ന് കയറി കഴിയുമ്പോൾ റിയാസിൻ്റെ പ്രൊവൊക്കേഷൻ അത് ലക്ഷ്മിയെ ശരിക്കും ബാധിക്കുന്നുണ്ട്. അവർ തിരിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് ആരംഭിക്കുന്നു. അവർ ക്യാരക്ടറിൽ നിന്ന് വിട്ടുപോയി. ഈ പറയുന്ന ഗസ്റ്റിനോട് നന്നായി പെരുമാറുക എന്നുള്ള കാര്യത്തിൽ നിന്ന് മാറിയിട്ട് ആക്ച്വലി പ്രൊവോക്ഡ് ആയി. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ പിന്നീട് അങ്ങോട്ട് അവരുടെ ക്യാരക്ടർ ഹോൾഡ് ചെയ്യുന്നതിൽ നമ്മൾ നല്ലോണം കാണുന്നുണ്ട്. ഏറ്റവും ലാസ്റ്റ് ആകുമ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാൻ പോകുന്ന ജനറൽ മാനേജറിനെ വരെ നമ്മൾ കാണുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല പല പ്രശ്നങ്ങളും പലരായി ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇപ്പോൾ ഒനീൽ എന്ന് പറയുന്നത് അവിടെ ഷെഫായിട്ട് നിൽക്കുന്ന ആളാണ്. ആൾ
മുതലാളിയുടെ മകളോടും മുതലാളിയുടെ മകളുടെ കൂട്ടുകാരനോടും ഒക്കെ വളരെ മോശമായി സംസാരിക്കുന്ന സമയത്ത് പോലും ജനറൽ മാനേജർ അപ്പുറത്ത് നിന്ന് ചപ്പാത്തി ചൂടാണ്. മുതലാളിയുടെ മകളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ കാര്യങ്ങളൊന്നും ചെയ്യണമെന്നില്ല. പക്ഷേ ആ ഹോട്ടലിലെ ഗസ്റ്റ് അവിടെ നിൽപ്പുണ്ട്, മറ്റ് മാനേജേഴ്സ് അവിടെ ഇവിടെ നിൽപ്പുണ്ട്. ഈ സാബുമാൻ്റെ കയ്യിൽ, പുറത്തെ പ്രതിമയുടെ കയ്യിൽ കൊടുക്കാൻ വെച്ച വടിയുമായി അപ്പുറത്ത് നിൽക്കുന്ന അക്ബർ മാനേജറിനെ നമ്മൾ കാണുന്നുണ്ട്. പുള്ളി കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ ആരെങ്കിലും കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കുക എന്നുള്ള നിലയിലോ താനായി എന്തെങ്കിലും ചെയ്യുക എന്നുള്ള നിലയിലോ ലക്ഷ്മിയെ സംബന്ധിച്ച് ലക്ഷ്മി സെക്കൻഡ് ഡേയിലേക്ക് വരുമ്പോൾ ബിഗ് ബോസ് ഹൗസ് ഹോട്ടലിലെ ഏറ്റവും പരാജയപ്പെട്ട ഒരു ക്യാരക്ടറായിട്ട് മാറാണ്. ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ വളരെ മോശമായി ഇവിടെ റിയാക്ട് ചെയ്തിട്ടുള്ള ഒനീലിനെയോ അല്ലെങ്കിൽ ഷാനവാസിനെയോ ഒക്കെ പരിഗണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഈ ഒരു, അല്ലെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഈ ഗെയിമിനെ നോക്കുകയാണെങ്കിൽ ലക്ഷ്മി ഉരുളക്കുപ്പേരി മറുപടിയൊക്കെ കൊടുത്തു, ഭയങ്കരം തന്നെ എന്ന് തോന്നും. പക്ഷേ അവിടെ ഒരു ക്യാരക്ടറുണ്ട്, അവർ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ക്യാരക്ടറുണ്ട്. വന്നു കയറുന്ന ഗസ്റ്റുകൾ പല സ്വഭാവത്തിലുള്ള ആളുകളായിരിക്കും. അപ്പോൾ അവരെ കൃത്യമായി മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത്. പക്ഷേ അവിടെയും ഞാൻ കൗണ്ടർ പറയുമെന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കി. അവിടെ ഷാനവാസും അനീഷും കൂടി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിന് ഗസ്റ്റിൻ്റെ പെർമിഷൻ കിട്ടിയെന്നൊക്കെ ഷാനവാസ് പറയുമ്പോഴും നിങ്ങളിവിടുന്ന് പിരിച്ചുവിട്ടിരിക്കുന്നു. അവരെ പിരിച്ചുവിടാനുള്ള പവറൊക്കെ ഉണ്ടെന്നേ. അവരെ ഓരോ കാര്യത്തിന് ഒരു ശിക്ഷ കൊടുക്കുക, സസ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഡ്യൂട്ടീസ് അങ്ങോട്ടും ഇങ്ങോട്ടും അസൈൻ ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്യാമായിരുന്നു. പക്ഷേ അതിനൊന്നും ഇടുന്ന എഫേർട്ട് നമ്മൾ സെക്കൻഡ് ഡേയിൽ ഒട്ടും തന്നെ കണ്ടിട്ടില്ല. അടുത്തത് ആദിലയാണ്. ഈ ഹോട്ടൽ ഉടമയുടെ മകളാണ്. ധൂർത്ത്, ജീവനക്കാരോട് മമതയില്ല, അഹങ്കാരം, ഇതൊക്കെയാണ് ആദിലയുടെ ക്യാരക്ടർ. ഈ പറഞ്ഞ 3 സാധനവും ആദിലയുടെ പെർഫോമൻസിൽ എവിടെയും 7 അയലത്തൂടി പോകുന്നത് നമ്മൾ കാണുന്നില്ല. ഏറ്റവും അവസാനം രാത്രിയാവുന്ന സമയത്ത് ഈ ഷെഫ് കുക്ക് ചെയ്യാൻ നിൽക്കുന്ന ആളുടെ പാത്രത്തിലേക്ക് കുറച്ച് ഉപ്പ് വാരി ഇട്ടുകൊണ്ട് കാണിക്കുന്ന ഒരു ധാർഷ്ട്യത്തിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആദിലയുടെ ഭാഗത്തുനിന്ന് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അതിൽ ഭയങ്കര കൺസിഡറേറ്റീവായിട്ട് ഞാൻ എല്ലാവരെയും സഹായിക്കാം, പറ്റുകയാണെങ്കിൽ ഞാനും കൂടി ജോലി ചെയ്യാം, വേസ്റ്റ് മാനേജ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ഇറങ്ങി നിന്ന് ചെയ്യുന്ന, അതായത് ടാസ്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആദിലയെ നമ്മൾ കാണുന്നുണ്ട്. മാത്രമല്ല ഇവർക്ക് സ്റ്റാർ കൊടുക്കുന്ന സമയത്ത് ആദില ഓരോരുത്തർക്കും വേണ്ടി വാദിക്കുകയാണ്. അതായത് ജിസേൽ അങ്ങനെ ആയതുകൊണ്ടും ഇങ്ങനെ ചെയ്തു, അനുമോൾ ഇങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ ചെയ്തു, ബിന്നി അങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെ ചെയ്തു, അപ്പോൾ ഇതും കൂടി ചെയ്തതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആക്ച്വലി കർക്കശക്കാരി ആവാൻ പറഞ്ഞപ്പോൾ ഏറ്റവും അധികം കൺസിഡറേറ്റീവ് ആയിട്ടുള്ള ഒരു മുതലാളി ആവാനാണ് ആദില അവിടെ ശ്രമിക്കുന്നത്. ആദിലയുടെ കയ്യിൽ നിന്നും ക്യാരക്ടർ 100% പോയി എന്ന് പറഞ്ഞാലും തെറ്റില്ല. ആര്യൻ, ഈ ടാസ്കിലെ പ്രപഞ്ച പരാജയം എന്ന് പറയാവുന്ന ഒരാൾ ആര്യനാണ്. കാര്യം ആര്യൻ അവിടെ ഈ ഹോട്ടൽ ഉടമയുടെ മകളുടെ കൂട്ടുകാരനാണ്. അവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇയാൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അവിടെ ആരുടെയും പ്രീതി പിടിച്ചു പറ്റുകയോ ആരുടെയെങ്കിലും ജോലിക്കാരനായിട്ട് മാറുകയോ ഇതൊന്നും ചെയ്യേണ്ട. ഫസ്റ്റ് ഡേയിൽ നമ്മൾ കാണുന്നത് ശോഭയോടൊപ്പം ശോഭയുടെ ഒരു ഭൃത്യൻ നിൽക്കുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, അവരുടെ ചാരിത്തുമ്പ് പിടിച്ചുകൊണ്ടിരിക്കുക, ഇതൊക്കെയാണ് ആര്യൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് ഡേയിലേക്ക് വരുമ്പോൾ അപ്പോഴും ആര്യൻ ഇത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. ഇപ്പോൾ 2 ഷെഫ്, അതായത് ജിഷിനും ഒനിയിലും രാജിവെക്കുകയാണ്, റിസൈൻ ചെയ്തു എന്നുള്ള കാര്യം ജനറൽ മാനേജറെ ഇയാൾ ചെന്ന് അറിയിക്കുകയാണ്. അപ്പോൾ വേണമെങ്കിൽ ഞാൻ കിച്ചണിൽ സഹായിക്കാൻ വേണ്ടിയിട്ട് ചെല്ലാം, മാത്രമല്ല ഇപ്പോൾ നൂറ കിച്ചണിലേക്ക് വരട്ടെ, അതുപോലെ ജിസയിലും കൂടി സപ്പോർട്ട് ചെയ്യാൻ വരട്ടെ എന്നൊക്കെ പറഞ്ഞ് ജനറൽ മാനേജറെ ഇയാൾ വിവരങ്ങൾ ധരിപ്പിക്കുകയാണ്. ബിഗ് ബോസ് ഹൗസിലെ പാചകം മുടങ്ങരുത് എന്ന് പറയുന്നൊരു കാര്യമാണ് അവരവിടെ ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഒരു ടാസ്ക് പാരലലി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഹോട്ടലാണ്. ഇയാൾ ജനറൽ മാനേജറോടാണ് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ആ സമയത്ത് ആദില നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നടന്നൊരൊറ്റ പോക്കുവാണ്. ഇയാളുടെ ക്യാരക്ടറിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആദിലയെ ഇംപ്രസ് ചെയ്യുക എന്നുള്ളതാണ് ഇയാൾ നോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു സ്ഥലത്തും അയാൾ അതിന് വേണ്ടി എഫേർട്ട് ഇടുന്നത് നമ്മൾ കാണുന്നില്ല. ഇനി അങ്ങനെ ഇടാനായിരുന്നെങ്കിൽ ഇപ്പോൾ 2 ഷെഫ് റിസൈൻ ചെയ്തു പോയി, അങ്ങനെ പോവുകയാണെങ്കിൽ അത് ആദിലയോടാണ് ചെന്ന് പറയേണ്ടത്. എടോ നമ്മുടെ 2 സ്റ്റാഫ് റിസൈൻ ചെയ്ത് പോയിരിക്കുകയാണ്, നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്താലോ, ഐ ക്യാൻ ഡൂ ദിസ് ഫോർ യു എന്നൊക്കെയുള്ള ലൈനിൽ അതിനൊരു ആക്റ്റായി അത് പ്രസൻറ്റ് ചെയ്ത് ആദില വഴി ജനറൽ മാനേജറിലേക്ക് എത്തി, ആദിലയും ജനറൽ മാനേജറും തമ്മിലുള്ള ഒരു ഫൈറ്റിനുള്ള സ്പേസ് ഉണ്ടാക്കി. അങ്ങനെ ഒരു ആക്ടിൻ്റെ തുടക്കമാകാനൊക്കെ പറ്റുന്നൊരു കാര്യത്തിന് ആര്യൻ അവിടെ പോയി നിന്ന് ഞാൻ വേണമെങ്കിൽ പണിയെടുത്തോളാം എന്ന് പറയുകയാണ്. അയാൾ ശരിക്കും അതിൽ വഴിയെ പോയ ഒരാൾ എന്തെങ്കിലും ജോലി തരുമോ എന്നൊക്കെ ചോദിച്ച് കയറി വന്ന പോലെയാണ് പിന്നീട് അങ്ങോട്ട് നമ്മൾ കാണുന്നത്. ഗസ്റ്റ് വന്ന് നിങ്ങൾ വേണമെങ്കിൽ കുറച്ച് ബെഡൊക്കെ അലമ്പാക്കിക്കോ എന്ന് പറയുമ്പോൾ അതിലയാൾ വളരെ ആനന്ദം കണ്ടെത്തുന്നതും ഡാൻസ് കളിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട്. ആക്ച്വലി അതൊന്നും ആയിരുന്നില്ല ആര്യൻ അവിടെ ചെയ്യേണ്ടിയിരുന്നത്. മാത്രമല്ല ഈ സ്റ്റാർ വിതരണം ചെയ്യുന്ന സമയത്ത് ഞാൻ അവരുടെ സാരി പിടിച്ചില്ലേ, ഞാൻ പാത്രം കഴുകിയില്ലേ, ഇതിനൊക്കെ എനിക്ക് സ്റ്റാർ വേണമെന്നാണ് ഇയാൾ പറയുന്നത്. സ്റ്റാർ കൊടുക്കുന്നത് ഹോട്ടൽ ടാസ്കിൽ എന്ത് ചെയ്തു എന്നുള്ളത് നോക്കിയിട്ടാണ്, അല്ലാതെ നിങ്ങളവിടെ ഏറ്റവും വലിയ പണിക്കാരനാണോ എന്നുള്ളത് നോക്കിയിട്ടല്ല. അടുത്ത ആൾ അനുമോളാണ്. ഹോട്ടലിൻ്റെ പ്രധാന നടത്തിപ്പ് പരിപാടികളെല്ലാം
എല്ലാം അനുമോളുടെ നിയന്ത്രണത്തിലാണ് വരേണ്ടത്. മാത്രമല്ല ജോലിക്കാരെക്കുറിച്ച് ഒരുപാട് സംസാരിക്കുന്ന കാര്യത്തിൽ ഇവർ വളരെയധികം തൽപരയാണ് എന്ന് ടാസ്ക് ലെറ്ററിൽ പറഞ്ഞിട്ടുണ്ട്. അനുമോളെ പക്ഷേ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? അനുമോൾ ഗസ്റ്റിൻ്റെ കൂടെ ഇപ്പോൾ ഗസ്റ്റിന് കളിക്കാൻ വേണ്ടിയിട്ട് അവിടെ കുറച്ച് ഡോഗ്സിനെയൊക്കെ സെറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഗസ്റ്റിൻ്റെ കൂടെ പാട്ട് പാടിയൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കിങ്ങിണിക്കുട്ടി എന്നൊക്കെ പറയുന്ന പോലെ ഏതെങ്കിലും കുഞ്ഞു പിള്ളേരെയൊക്കെ കൂടെ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ അവരെന്താണ് ചെയ്യുക? ഇതാണ് അവിടെ അനുമോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജോലിയെ പറ്റിയും ജോലിക്കാരെ പറ്റിയുള്ള സംസാരങ്ങൾ നമ്മൾ കേൾക്കുന്നില്ല. പ്രത്യേകിച്ച് സ്റ്റാറൊക്കെ വിതരണം ചെയ്യുന്ന സമയത്ത് എനിക്ക് സ്റ്റാർ വന്നിട്ട് ഞാൻ മിണ്ടൂല എന്നുള്ള ഭാവത്തിലിരിക്കുന്ന അനുമോളെ നമ്മൾ കാണുന്നുണ്ട്. ഇവരിലെല്ലാവരും കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഗസ്റ്റ് വരുമ്പോൾ ഗസ്റ്റിൻ്റെ അടുത്ത് മറ്റേ താണു വണങ്ങി അടിമ ഭാവത്തിൽ നിൽക്കുക എന്നുള്ളത്. അത് എല്ലാവരിലും ഉണ്ട്. അത് അതുപോലെ തന്നെ അനുമോളിലേക്കും വരുന്നുണ്ട്. ഈ ഗെയിമിൻ്റെ ഭാഗമായിട്ട് അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാമായിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒന്നും തന്നെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അക്ബറിലേക്കും റെനയിലേക്കും വരികയാണെങ്കിൽ രണ്ടുപേരും ഗസ്റ്റിൻ്റെ കൂടെയുണ്ട്. ഈ അസിസ്റ്റൻറ്റ് മാനേജേഴ്സ് ചെയ്യേണ്ട ജോലി അവിടെയുള്ള ബാക്കിയുള്ളവരെ കൊണ്ട് ജോലി എടുപ്പിക്കുക, റിപ്പോർട്ട് മാനേജർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഗസ്റ്റിൻ്റെ കൂടെ പോകുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ഇവർക്ക് യാതൊരു കണ്ടന്റും ഇല്ല, അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ഉണ്ടാക്കാനുള്ള ശ്രമം നമ്മൾ ഇവരിൽ കാണുന്നില്ല. അടുത്ത ആൾ നെവിനാണ്. നെവിൻ അവിടുത്തെ ഡോക്ടറാണ്. പുള്ളിക്ക് ലൈഫ് കോച്ച് സർട്ടിഫിക്കേഷൻ കിട്ടുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇയാൾക്ക് ആക്ച്വലി ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യാമായിരുന്നു. അതായത് എല്ലാവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ളൊരു സ്പേസ് അവിടെ ഉണ്ടായിരുന്നു. ഒക്കെ പോട്ടെ, അവിടെ ഒരുപാട് ബഹളങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ അനീഷ് അടക്കമുള്ള ആളുകൾ, അയാൾക്ക് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. ഇനിയിപ്പോൾ കൊറോണയാണ്, ഇയാളെ നമ്മൾ എത്രയും പെട്ടെന്ന് റൂമിലേക്ക് മാറ്റണം എന്ന് പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ മാറ്റി നിർത്തണം എന്ന് പറയുന്ന കാര്യമോ, അതല്ലെങ്കിൽ അയാളോട് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ ആവശ്യപ്പെടാനൊക്കെയുള്ള സ്കോപ്പുള്ള അത്യാവശ്യം റോൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്നൊരു സ്പേസ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ നെവിൻ്റെ ഭാഗത്തുനിന്നും അതിന് വേണ്ടിയിട്ടുള്ള ഒരു എഫേർട്ട് നമ്മൾ കാണുന്നില്ല. ബിന്നിയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും വലിയ കോമഡി ആയിട്ട് തോന്നിയത്. കാരണം എൻ്റെ ടാസ്ക് ഇതാണേ, നമ്മുടെ ടാസ്ക് ഇങ്ങനെയാണേ, നമ്മൾ ഇങ്ങനെ കളിക്കണേ, ടാസ്ക് അനുസരിച്ച് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയായി പോയത് എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന ബിന്നിയാണ് കാണുന്നത്. കാരണം ഒനീലിനും ജിഷിനും ഒക്കെ ഈ സ്റ്റാറോ അല്ലെങ്കിൽ മറ്റേ ടിപ്പോ ഒക്കെ കൊടുക്കുന്ന സമയത്ത് ടാസ്ക് ഇങ്ങനെയാണ്, എൻ്റെ ക്യാരക്ടർ ഇങ്ങനെയാണ്, മെയിൻ ഷെഫ് പണിയെടുക്കേണ്ട കാര്യമില്ല എന്ന് ബിന്നി ഇങ്ങനെ ഇടക്കിടക്ക് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാവർക്കും അറിയാം. ബിന്നി അതാണല്ലോ ടാസ്ക് ലെറ്റർ ആദ്യം വായിച്ചത്, എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഈ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റുക, അല്ലെങ്കിൽ ഈ സാധനങ്ങൾ നേടിയെടുക്കുക എന്ന് പറയുന്നത് അവിടെയാണല്ലോ നിങ്ങളുടെ മിടുക്കിരിക്കുന്നത്. അല്ലാതെ ടാസ്കിൽ പറഞ്ഞതുപോലെ ഞാൻ കളിച്ചിട്ടുണ്ട് എന്ന് ടാസ്കിൻ്റെ ഇടയിൽ തന്നെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അത് എന്ത് ടാസ്ക്കാണ്? ഒനീലിനെയും ജിഷിനെയും സംബന്ധിച്ച് അവർക്ക് കാര്യമായി ഇറങ്ങി നടന്ന് ഒന്നും ചെയ്യാനില്ലായിരുന്നു. അവരത് അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട്. അവർ കിച്ചണിലുണ്ട്. എനിക്ക് ശരിക്കും അറിയാൻ ആഗ്രഹമുള്ളത് ഇവർ ഒഴിവ് വേളകൾ എങ്ങനെ വിനിയോഗിച്ചു എന്നുള്ളതാണ്. കാര്യം ഒരു കണ്ടന്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പുറത്ത് എവിടെയും ഇവരെ കാണുന്നില്ല. ജിസേലിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ജിസേൽ നന്നായി ഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ജിസേലിൻ്റെ ആ ഒരു ആക്സെൻ്റ് ഒക്കെ ഉണ്ടല്ലോ, റഷ്യക്കാരി എന്ന് പറയുമ്പോൾ ആ ആക്സെൻറ്റ് പിടിക്കാനുള്ള ശ്രമങ്ങളും ജിസേലിൻ്റെ ഭാഗത്തുനിന്ന് കാണുന്നുണ്ട്. നല്ല കാര്യം. പക്ഷേ ഇത് രണ്ടും മാറ്റി വെച്ച് കഴിഞ്ഞാൽ അവരെ കൊടുത്തിട്ടുള്ള ജോലി അവർ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ല. ഇപ്പോൾ അതിൽ ശോഭയുടെ ബാഗ് കാണാനില്ല എന്ന് പറഞ്ഞു, കണ്ടെത്തണമെന്ന് പറഞ്ഞു. പക്ഷേ ഈ സെക്യൂരിറ്റി സ്റ്റാഫ് അവർക്ക് ആക്ച്വലി പുറത്തുള്ള ആളുകളുടെ, അതായത് അവിടെയുള്ള സ്റ്റാഫിൻ്റെ ഒക്കെ ബാഗ് പരിശോധിക്കാനുള്ള പവർ അടക്കം ഉണ്ടായിരുന്നിട്ടും അവരതൊന്നും വിനിയോഗിക്കുന്നത് നമ്മൾ കാണുന്നില്ല. മാത്രമല്ല ഈ ബാഗ് കണ്ടെത്തിക്കൊണ്ട് വരുന്നത് ജനറൽ മാനേജർ ലക്ഷ്മിയാണ്. അത് കണ്ടെത്തി കൊടുത്താൽ പ്രത്യേക സമ്മാനം ഉണ്ട് എന്നൊക്കെയുള്ളത് ശോഭ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ സമ്മാനത്തിന് വേണ്ടിയാണെങ്കിലും അത് ജനറൽ മാനേജർ ചെയ്യേണ്ടിയിരുന്ന കാര്യമല്ല, അത് ചെയ്യിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ജനറൽ മാനേജറിൻ്റെ വിജയം എന്ന് പറയുന്നത്. അവിടെ ജിസയിൽ പരാജിതയാവുന്നതാണ് നമ്മൾ കാണുന്നത്. ഷാനവാസും അനീഷും പിന്നെ അതിൻ്റെ കൂടെ ഒനീലിനെയും ചേർത്ത് വെക്കാം. ഈഗോ ഒന്നുകൊണ്ട് മാത്രം ഈ ടാസ്കിൽ ക്യാരക്ടറിൽ നിന്ന് വിട്ട് വേറെ ഏതൊക്കെയോ വഴിക്ക് പോയിട്ടുള്ള ആളുകളായിട്ട് നമ്മളിവരെ കാണുന്നുണ്ട്. ഇവരുടെ ജോലി ഹൗസ് കീപ്പിംഗ് ആണ്. പക്ഷേ അനീഷിനെ നമ്മൾ ആദ്യത്തെ ദിവസം കാണുമ്പോൾ അയാളുടെ മുഖത്ത് ഒരു മേക്കപ്പ് പരിപാടികളൊക്കെ കാണിച്ചതിൻ്റെ പേരിൽ പുള്ളി പ്രതിഷേധിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതിന് നിന്ന് കൊടുക്കേണ്ട ആവശ്യം ഫസ്റ്റ് ഓഫ് ഓൾ പുള്ളിക്ക് ഉണ്ടായിരുന്നില്ല. എന്നാലും രസമുള്ളൊരു കണ്ടന്റിൻ്റെ ഭാഗമായി അയാൾ അതിനോടൊപ്പം ചേർന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പിറ്റേ ദിവസത്തേക്ക് വരുമ്പോൾ ഷാനവാസിൻ്റെയൊക്കെ ഈഗോ അത് കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോയി. എന്നെക്കൊണ്ട് അങ്ങനെ ചെയ്യിച്ചു, ഇങ്ങനെ ചെയ്യിച്ചു, ഞാൻ അത് ചെയ്തു. പുള്ളി മൊത്തത്തിലൊരു രാജാപാർട്ട് വേഷം സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് അവിടെ നിന്ന് പുള്ളിയെ ഒരു ഹൗസ് കീപ്പിങ്ങിലേക്ക്, ഹൈറാർക്കി അനുസരിച്ച് ഏറ്റവും താഴേക്ക് വരുന്ന ഒരു പൊസിഷനിലേക്ക് കൊണ്ട് നിർത്തിയത് പുള്ളിയെ സംബന്ധിച്ച് വളരെയധികം വിഷമം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് പിന്നീട് അങ്ങോട്ട് പല ഡയലോഗുകളിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. പുള്ളി അതിന് വേണ്ടിയിട്ട് ഒരുപാട് വാദിക്കുന്നതും ബഹളം വെക്കുന്നതും ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗസ്റ്റ് ബഹളം വെക്കുന്നതും നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഈ ബഹളം വെച്ചൊക്കെ കഴിഞ്ഞിട്ട് പുള്ളിക്ക് 2 സ്റ്റാർ എടുത്ത് കൊടുക്കുന്ന ജനറൽ മാനേജറെയാണ് നമ്മൾ കാണുന്നത്. കർക്കശക്കാരിയായിട്ടുള്ള ജീവനക്കാരുടെ പേടി സ്വപ്നമായിട്ടുള്ള ജനറൽ മാനേജർ. അത് കൊടുക്കണം എന്ന് ആവശ്യപ്പെടുന്നത് ജീവനക്കാരോട് യാതൊരു മമതയും ഇല്ലാത്ത ദൂർത്തടിച്ച് ചെലവാക്കുന്ന നമ്മുടെ ഹോട്ടൽ ഉടമയുടെ മകൾ. അഭിലാഷിനെയും നൂറയും നമ്മൾ ആക്ച്വലി കാണുന്നേ ഇല്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആദിലെ വിളിച്ച് പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി വിളിക്കുന്ന സമയത്താണ് നൂറയെ കാണുന്നത്. പിന്നെ ഇവരെ രണ്ടുപേരെയും നമ്മൾ കാണുന്നത് സ്റ്റാർ വാങ്ങാൻ വേണ്ടി വിളിപ്പിക്കുന്ന സമയത്താണ്. അവരെ ഏൽപ്പിച്ച ജോലി അവർ ചെയ്യുന്നുണ്ടാവുമായിരിക്കും, നല്ല കാര്യം. പക്ഷേ ഏൽപ്പിച്ച ജോലി ചെയ്യുക എന്നുള്ളതിനും അപ്പുറത്തേക്ക് എന്തെങ്കിലുമൊക്കെ ആക്റ്റുകളുടെ ഭാഗമാവുക, അല്ലെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുക, അത് ക്രിയേറ്റ് ചെയ്ത് തങ്ങളുടെ സ്ക്രീൻ ടൈം കണ്ടെത്തുക എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനം. അടുത്ത ആൾ സാബുമാനാണ്. സാബുമാൻ അയാൾക്ക് കിട്ടിയ അവസരം പാഴാക്കി കളഞ്ഞു എന്നുള്ളതിനപ്പുറത്തേക്ക് അയാൾ
അയാളെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയാൻ തോന്നുന്നില്ല. പക്ഷേ ഏൽപ്പിച്ച പണി പുള്ളി ചെയ്തിട്ടുണ്ട്. ഇത് ഈ ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും തമ്മിലുള്ള വ്യത്യാസമാണ്. സ്മാർട്ട് വർക്ക് ചെയ്യുന്നവർക്കാണ് ഇത്തരം ടാസ്കുകൾ ഉപകാരപ്പെടാൻ സാധ്യതയുള്ളത്. സാബുമാൻ വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആളാണ്. പക്ഷേ ഹാർഡ് വർക്ക് ചെയ്തതുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് റിസൾട്ട് ഒന്നും ഉണ്ടാകുന്നില്ല. എന്തായാലും ടാസ്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തേരാ പാര നടന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ ചെയ്യുന്നു. ലാസ്റ്റ് സ്റ്റാറുകൾ വിതരണം ചെയ്യുകയാണ്. അത് വിതരണം ചെയ്യുന്ന സമയത്താണ് ബിന്നിക്ക് ഒരു സ്റ്റാർ ഇവർ കൊടുക്കുന്നത്. ആദിലയും ലക്ഷ്മിയും അതുപോലെ റിയ സലിമും അടുത്തിരിപ്പുണ്ട്. അവർ 3 പേരും കൂടി തീരുമാനിച്ചിട്ട് ബിന്നിക്ക് സ്റ്റാർ കൊടുക്കുകയാണ്. അതിന് ആദില പറയുന്ന കാരണം ഫുഡ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ലായിരുന്നു, എന്നിട്ടും ഫുഡ് ഉണ്ടാക്കി എന്നുള്ള രീതിയിലാണ് ഇവർക്ക് സ്റ്റാർ കൊടുക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ അവർ ഫുഡ് ഉണ്ടാക്കിയോ ഇല്ലയോ എന്നുള്ളതല്ല, അവർക്ക് സ്റ്റാർ കൊടുക്കാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ് ആദില കണ്ടെത്തേണ്ട കാര്യം. ജനറൽ മാനേജറും ആ ഒരു രീതിയിൽ തന്നെയാണിത് നോക്കേണ്ടത്. മാത്രമല്ല അവരെ ഏൽപ്പിച്ച ടാസ്ക് ഫുഡ് ഉണ്ടാക്കാനല്ല, ഫുഡ് ഉണ്ടാക്കാതെ എല്ലാവരും ഭരിക്കുന്ന, മറ്റു ഷെഫിനെയൊക്കെ ഭരിക്കുന്ന ഒരു ഷെഫാണ്. അപ്പോൾ അവർക്ക് സ്റ്റാർ കൊടുക്കുന്നത് ഭയങ്കര കൺസിഡറേഷൻ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷാനവാസിന് കൊടുക്കുന്നത് 2 സ്റ്റാറാണ്. ആഹാരം കഴിക്കുന്ന സമയത്ത് പ്രശ്നം ഉണ്ടാക്കി, അത് നോയ്സ് പൊല്യൂഷൻ ഉണ്ടാക്കി, ഗസ്റ്റിൻ്റെ സമാധാനം കെടുത്തി എന്ന് പറയാം. അയാൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ഗസ്റ്റിൻ്റെ പെർമിഷനോടെ. ഗസ്റ്റ് ചിലപ്പോൾ നല്ല മനുഷ്യനായതുകൊണ്ട് അങ്ങനെ അവരെന്താണെന്ന് വെച്ചാൽ പറയാനുള്ളത് പറഞ്ഞോട്ടെ എന്നൊക്കെ പറയും. പക്ഷേ സ്റ്റാഫ് അത് ചെയ്യാതിരിക്കണം. സ്റ്റാഫ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അയാളെ പിരിച്ചുവിടാണ് വേണ്ടത്. അയാളെ സസ്പെൻഡ് ചെയ്യുന്നതിന് പകരം ഇവർ വിളിച്ച് 2 സ്റ്റാർ കൊടുക്കുകയാണ്. എന്നാൽ എക്സ്ട്രാ എന്താ പണിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് റിയ സലിം പറയുന്നുണ്ട്. ഇവർ സ്റ്റാർ കിട്ടാൻ വേണ്ടിയിട്ട് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, അതുകൊണ്ട് വേസ്റ്റും ട്രാഷും ഒക്കെ പുറത്ത് കൊണ്ടുപോയി വിതറിയിടണം, എന്നിട്ട് അവരോട് അത് ക്ലീൻ ചെയ്യാൻ പറയണമെന്ന് അക്ബറിനെ പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട്. അത് ആക്ച്വലി അവരെ കൊണ്ട് പണി എടുപ്പിക്കണം, അല്ലാതെ സ്റ്റാറിന് വേണ്ടിയിട്ട് അവിടെ ബഹളം വെക്കുക. ഇവരെല്ലാവരും എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ബിഗ് ബോസ് ഹൗസിൽ അവരെങ്ങനെ ബിഹേവ് ചെയ്യണമായിരുന്നു, അത് ബിഹേവ് ചെയ്യുന്നത് കൊണ്ട് സ്റ്റാർ വേണം എന്നൊക്കെ അങ്ങനെ പല രീതിയിലാണ് ആളുകൾ ഇത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സ്റ്റാറിന് വേണ്ടി ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. ആ സ്റ്റാർ കൊടുക്കാനും വാങ്ങാനും കൊടുക്കാതിരിക്കാനും വേണ്ടിയുള്ള കാരണങ്ങൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കണ്ടേ. അനീഷിന് കൊടുക്കുന്നത് 1 സ്റ്റാറാണ്. അത് തലേ ദിവസത്തെ ബഹളത്തെ തുടർന്നാണ് എന്നുള്ളത് ജനറൽ മാനേജർ പറയുന്നുണ്ട്. കാരണം ഷാനവാസിന് 2 സ്റ്റാറും അനീഷിന് 1 സ്റ്റാർ എന്ന് പറയുമ്പോൾ 2 പേരും ഒരു ടീമിൻ്റെ ഭാഗമായിരുന്നു. എന്തായാലും അനീഷ് അതിനെതിരെ ശബ്ദം ഉയർത്തിയെങ്കിലും അനീഷിന് 1 സ്റ്റാറേ കൊടുത്തിട്ടുള്ളൂ. ബാക്കി വരുന്ന എല്ലാവർക്കും ഓരോ കോയിൻ വെച്ച് കൊടുക്കുക എന്ന് പറയുന്ന ഒരു തീരുമാനത്തിലേക്കും ഇവരെത്തുന്നുണ്ട്. അതിനിടയ്ക്ക് ശ്രദ്ധേയമായ ഒരു സ്റ്റാർ കൈമാറ്റം നടക്കുന്നത് ആദ്യം റിയ സലിമിൻ്റെ തീരുമാനം ഒനീലിന് കൊടുക്കാം സ്റ്റാർ എന്നുള്ളതായിരുന്നു. പക്ഷേ ആദിലയും ലക്ഷ്മിയും പറഞ്ഞു അത് ഒനീലിനല്ല കൊടുക്കേണ്ടത്, നെവിനാണ് എന്നുള്ളതാണ്. അപ്പോൾ നെവിനെ വിളിച്ചിട്ട് ഈ സ്റ്റാർ കൊടുക്കുന്ന സമയത്ത് റിയ സലിം വിളിച്ചു പറയാണ് അത് എൻ്റെ തീരുമാനമല്ല, എനിക്കത് ഒനീലിന് കൊടുക്കണമെന്നായിരുന്നു ആഗ്രഹം എന്നുള്ളത്. ആ സമയം മുതൽ ഒനീലിൻ്റെ മുഖത്തുള്ള ഒരു നിരാശ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. എന്തായാലും ലക്ഷ്മിയുടെ ഭാഗത്തുനിന്ന് പിന്നീട് സംഭവിച്ചു പോയൊരു വീഴ്ച, ഒനീലിനെ വിളിച്ച് അയാൾക്ക് സ്റ്റാർ കുത്തി കൊടുത്തു എന്നുള്ളതാണ്. പക്ഷേ പിന്നീട് ആ വീഴ്ച മനസ്സിലാക്കി കഴിയുമ്പോൾ, ആദിൽ അത് ചൂണ്ടിക്കാണിച്ച് കഴിയുമ്പോൾ ലക്ഷ്മി ഒനീലിനെ തിരിച്ച് വിളിച്ച് ആ സ്റ്റാർ ഊരി വാങ്ങുന്നുണ്ട്. അതിനുശേഷം അവർ ആ സ്റ്റാർ കൊടുക്കുന്നത് അഭിലാഷിനാണ്. അഭിലാഷ് ആ സ്റ്റാർ വാങ്ങിയിട്ട് പറയുന്നത് ഇത് എനിക്ക് വേണ്ട, ഇതൊരാളുടെ കയ്യിൽ നിന്ന് ഊരി വാങ്ങിച്ചതാണ്, അതുകൊണ്ട് അയാൾക്ക് തന്നെ തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് ഒനീലിന് കൊടുക്കാൻ വേണ്ടി ലക്ഷ്മിക്കും ആദിലേക്കും അത് തിരിച്ചു കൊടുക്കുന്നു. പിന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച നടന്ന ശേഷം അവർ വിളിച്ച് അഭിലാഷിന് കൊടുക്കുമ്പോൾ ഇതെനിക്ക് തന്നതുകൊണ്ട് ഞാൻ വാങ്ങിച്ചു, പക്ഷേ ഇത് ഇങ്ങനെയല്ല ചെയ്യേണ്ടിയിരുന്നത്, മാത്രമല്ല ഇത് ടാസ്ക് അനുസരിച്ച് ഒരാളെ ഏൽപ്പിച്ചിരിക്കുന്ന ടാസ്ക് ആക്ട് ചെയ്യുന്ന ആ രീതിയിലാണ് കൊടുക്കുന്നതെങ്കിൽ അതിവിടെ വേറെയും പല രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടേണ്ടതായിരുന്നു എന്ന് പറയുന്ന ഒരു കാര്യം, അത് വളരെ വാലിഡ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ക്യാരക്ടർ പിടിച്ച് അവിടെ നിന്ന് ഈ ടാസ്ക് ചെയ്തിട്ടുള്ള ആളുകൾ എത്ര പേരുണ്ടാവുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കും. എന്തായാലും അങ്ങനെ മുഴുവൻ സ്റ്റാറുകളുടെ ഒരു എണ്ണം എടുക്കുമ്പോൾ അനീഷിന് 3, ഷാനവാസിന് 4, സാബുമാന് 1, ജിസൈലിന് 3, റെനയ്ക്ക് 1 സ്റ്റാറുമാണ് കിട്ടിയിട്ടുള്ളത്. റെന അതിൽ ഭയങ്കര സങ്കടത്തിലാണ്. അക്ബറിന് 2 സ്റ്റാർ കിട്ടി, ബിന്നിക്ക് 2 സ്റ്റാർ കിട്ടി, ഒനീലിന് 3 കിട്ടി, നെവിന് 2 കിട്ടി, അനുമോൾക്ക് 2 കിട്ടി, നൂറയ്ക്ക് 2 സ്റ്റാർ കിട്ടി, ജിഷിന് 3 സ്റ്റാർ കിട്ടി, അഭിലാഷിന് 2 സ്റ്റാർ കിട്ടി. ലക്ഷ്മി അവിടുന്ന് ആസ് എ വൈൽഡ് കാർഡ് പ്ലെയർ അനീഷിനും അക്ബറിനും വലിയ പണികൾ കൊടുത്തിട്ടുള്ള ആൾ എന്നുള്ള നിലയ്ക്ക് നോക്കുമ്പോൾ അവർക്ക് ഇരുവർക്കും വലിയ പണിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു സ്കോപ്പ് ഇതുവരെ എത്തിയിട്ടില്ല. പക്ഷേ ഈ സ്റ്റാർ വിതരണം എന്ന് പറയുന്നത് അവർക്ക് കൊടുത്തിട്ടുള്ള ക്യാരക്ടറിനോട് നീതി പുലർത്തി പെർഫോം ചെയ്തുകൊണ്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ സ്റ്റാർ കിട്ടിയിട്ടുള്ളത് ഷാനവാസിനാണ്. അതുപോലെ ഒനീലിനൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒനീലൊക്കെ പിന്നീട് അങ്ങോട്ട് ഈ ഗെയിമിൽ ക്യാരക്ടറേ അല്ല, ബിഗ് ബോസിൽ ഒരു നല്ല കണ്ടസ്റ്റൻ്റ് പോലും അല്ലാത്ത രീതിയിൽ ബിഹേവ് ചെയ്യുന്നതും നമ്മൾ കാണുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ബിഗ് ബോസിന് മനസ്സിലായി, ഏകദേശം ആ ഒരു 1 hour എപ്പിസോഡിൻ്റെ പകുതി ആയി കഴിഞ്ഞപ്പോഴേക്കും ബിഗ് ബോസിന് മനസ്സിലായി ഇവരെ കൊണ്ടൊന്നും ഈ പരിപാടി നടക്കില്ല. എന്തെങ്കിലും ഒരു നല്ല ഫൺ മൊമെൻ്റ് ഉണ്ടാക്കാനോ ഓഡിയൻസ് ഓർത്തിരിക്കുന്ന നല്ല മുഹൂർത്തം ഉണ്ടാക്കാനോ ഇവരെ കൊണ്ടൊന്നും പറ്റൂല. വന്നു കയറിയിട്ടുള്ള റിയാസ് ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ലക്ഷ്മിയുടെ ഗെയിം കംപ്ലീറ്റ്ലി ഓഫ് ആയിട്ടുണ്ട്. പക്ഷേ റിയാസിന് നല്ല മൊമെൻറ്റ്സ് ഉണ്ടാക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന്. അങ്ങനെ റിയാസിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുകയും അയാൾക്ക് 3 സീക്രട്ട് ടാസ്കുകൾ കൊടുക്കുകയും ചെയ്തു. ആ 3 സീക്രട്ട് ടാസ്കുകളും പിറ്റേ ദിവസം നേരം വെളുത്ത് എല്ലാവരും എണീക്കുന്നതിന് മുമ്പേ ചെയ്തു തീർക്കുകയാണെങ്കിൽ വീക്ക്ലി ടാസ്കിൽ ഈ ബിഗ് ബോസ് ഹൗസിലുള്ള ആളുകൾക്ക് നേട്ടം ഉണ്ടാവുമെന്നും അത് കൃത്യമായി അവർക്ക് ചെയ്തു തീർക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവർക്ക് പണിഷ്മെൻറ്റ് കിട്ടുമെന്നും ബിഗ് ബോസ് അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. 3 ടാസ്കുകൾ ഇങ്ങനെയാണ്. ആര്യൻ, ജിസൈൽ, അനുമോൾ ഇവർ 3 പേരും
തോളി കൈയിട്ട് ഒരു ഫോട്ടോ എടുക്കുന്ന പോലെ ബിഗ് ബോസ് ഹൗസിലെ ഒരു ക്യാമറ ഒരു സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. ആ ക്യാമറയുടെ മുമ്പിൽ ഇവർ 3 പേരും ഒരുമിച്ച് വരണം എന്നുള്ളതാണ്. രണ്ടാമത്തെ ടാസ്ക് ഷാനവാസിനോട് അനീഷിനെ കൊണ്ട് ഐ ലവ് യു ആസ് മൈ ഡിയർ ഫ്രണ്ട് എന്ന് പറയിപ്പിക്കണം എന്നുള്ളതാണ്. മൂന്നാമത്തത് ഏതെങ്കിലും 5 പേരെ കൊണ്ട് വ്യത്യസ്ത സമയങ്ങളിൽ കണ്ണാന്തുമ്പി പോരാമോ എന്ന വരികൾ പാടിപ്പിക്കണം എന്നാണ്. ഈ 1 hour എപ്പിസോഡിൽ നമ്മൾ കാണുന്നത് ബിഗ് ബോസ് ഹൗസിലെ ഒത്തിരി ആളുകൾ ഒരുമിച്ച് നിന്നുകൊണ്ട് കണ്ണാന്തുമ്പി പോരാമോ എന്ന് പറയുന്ന പാട്ട് പാടുന്നതാണ്. ആക്ച്വലി അത് കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ഇവരെല്ലാവരും കൂടി ഒരു താളത്തിൽ ഒരുമിച്ച് നിന്ന് പാടുമ്പോൾ എന്തൊരു സമാധാനമുണ്ട്. ഈ പറയുന്ന എല്ലാ വൃത്തികേടുകൾക്കും ഇടയിൽ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ ആരോപണ പ്രത്യാരോപണ മത്സരങ്ങൾക്കിടയിൽ എന്തെങ്കിലും സ്വീറ്റായിട്ട് ഫീൽ ചെയ്യാന്ന് പറയുന്നത്. പക്ഷെ അപ്പോഴും 5 പേരെ കൊണ്ട് വ്യത്യസ്ത സമയങ്ങളിൽ എന്നുള്ളതാണ് ടാസ്ക്. എനിവേ അവരെല്ലാവരും കൂടി ഒരുമിച്ച് പാടുന്ന കേൾക്കുമ്പോൾ ഒരു സമാധാനമുണ്ട്. ടാസ്ക് അങ്ങനെ കംപ്ലീറ്റ് ആയോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ കൂടുതൽ കേൾക്കാൻ സമാധാനമുള്ളത് അതാണ്. റിയ സലീം എന്തായാലും ഇവരെ 2 പേരെയും കൊണ്ട്, അതായത് ഷാനവാസിനെയും അനീഷിനെയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു സൗഹൃദം, അതുപോലെ അനീഷിനെ കൊണ്ട് ഐ ലവ് യു ആസ് മൈ ഡിയർ ഫ്രണ്ട് എന്നൊക്കെ പറയിപ്പിക്കാൻ വേണ്ടി ഒരു ടാസ്ക് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അത് രസകരമായി മുന്നോട്ട് പോയി. അവിടെ ബിന്നി ഉണ്ടായിരുന്നു. ബിന്നിയെ പ്രപ്പോസ് ചെയ്യാൻ ശ്രമിക്കുന്ന അനീഷിനെ നമ്മൾ കാണുന്നുണ്ട്. ബിന്നി നല്ല കൗണ്ടേഴ്സ് പറയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അങ്ങോട്ടേക്ക് റെനയും കൂടി ചേരുന്നുണ്ട്. റെന നല്ല ഓവർ ആക്ടിങ് ആയിരുന്നെങ്കിലും റെനയുടെ ആ ഒരു പെർഫോമൻസിൻ്റെ ടോട്ടൽ സ്കെയിലിൽ റെന നല്ല ബ്ലെൻഡായി പോകുന്ന പോലെ തോന്നി. അത് കഴിഞ്ഞ് അങ്ങോട്ട് അനീഷും കൂടി വരുന്നു. ബിന്നിയുടെ ക്യാരക്ടറിന് ഒരു രസമുള്ള ക്ലൈമാക്സ് ഉണ്ടാക്കി. അതിനുശേഷം അനീഷും ഷാനവാസും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഐ ലവ് യു ആസ് മൈ ഡിയർ ഫ്രണ്ട് ആ പരിപാടിയൊക്കെ പറയാൻ ശ്രമിക്കുന്ന സമയത്തുള്ള നല്ല മുഹൂർത്തങ്ങളുണ്ടായിരുന്നു. കാണാൻ നല്ല സുഖം ഉണ്ടായിരുന്നുള്ളൂ. ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ടാസ്കും കാര്യങ്ങളും പുറത്തുനിന്ന് ചലഞ്ചേഴ്സും ഒക്കെ വരുന്നത്. പക്ഷേ അൾട്ടിമേറ്റ്ലി അവിടെ 1-2 ആൾക്കാരെ ടാർഗറ്റ് ചെയ്യുക, കുറച്ച് ആളുകളോടുള്ള ഫേവറിറ്റിസം വ്യക്തമാക്കുക എന്നുള്ളതിനപ്പുറത്ത് പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. അത് കഴിഞ്ഞ് രാത്രിയാകുമ്പോൾ എല്ലാവരും കൂടി കിച്ചണിൽ കയറുമല്ലോ. ജനറൽ മാനേജർ നിന്ന് ചപ്പാത്തി ചുടുകയാണ് ഗൈസ്. ആദില അതിനിടയിൽ ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് ഒനീലിൻ്റെ പാത്രത്തിലേക്ക് ഉപ്പ് വാരിയിട്ടു എന്നുള്ളതാണ്. അവർക്ക് കൊടുത്തിട്ടുള്ള ക്യാരക്ടർ വെച്ചിട്ട് അത് ചെയ്യാവുന്നതാണ്. പക്ഷേ ഒനീലിന് അത് ഭയങ്കരമായിട്ട് അങ്ങ് കൊണ്ട് ഒനീൽ മറ്റേ ആസ്വദിച്ച് ഒരു വലിയ കാര്യമായിട്ട് എന്ന് വെച്ചാൽ പുള്ളിയുടെ പ്രൊഫഷൻ്റെ ഭാഗമാണ്. അപ്പോൾ അതിനോട് പുള്ളിക്കൊരു വല്ലാത്ത അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകും. അത് പിന്നീട് റിയാസും ആര്യനും ഒക്കെ നിൽക്കുന്ന സമയത്ത് അവരതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അക്ബറും ആ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ഒനീൽ അത് ഭയങ്കരമായിട്ട് ആസ്വദിച്ച് ചെയ്യുന്ന വളരെ ആത്മാർത്ഥമായി ചെയ്യുന്നൊരു കാര്യമാണ്. അതിൽ ഉപ്പ് വാരി ഇടുമ്പോൾ പുള്ളിക്ക് ദേഷ്യം ഉണ്ടാകും. പക്ഷേ അപ്പോഴും പുള്ളി മനസ്സിലാക്കേണ്ടത് അത് ആദിലേക്ക് കൊടുത്തിട്ടുള്ള ക്യാരക്ടറാണ്. ആദ്യമായിട്ടാണ് ആ ക്യാരക്ടറിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ജോലി അവർ ചെയ്യുന്നത്. പക്ഷേ ഒനീൽ ഭയങ്കരമായിട്ട് ട്രിഗറായി. ഒനീൽ ഇതെന്ത് കളി എന്നൊക്കെ ചോദിച്ചിട്ട് അത്രയും നേരം ആദിൽ അവരുടെ ക്യാരക്ടർ പിടിക്കാതിരുന്ന സമയത്ത് കളിയിൽ ഒരു കുഴപ്പമില്ല. ക്യാരക്ടർ പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് അവിടെ ഒനീലിന് കുഴപ്പമുണ്ടാകുന്നത്. ഒനീലിൻ്റെ പ്രതികരണം വാസ് വെരി റോങ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മോശമായിട്ട് ഭയങ്കര തല്ലിപ്പൊളി ഒരു പ്രതികരണമാണ് ഒനീലിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത്. ഇത് ബിഗ് ബോസ് ഹൗസാണ്, പുറത്തായിരുന്നെങ്കിൽ നിൻ്റെ ചെള്ളടിച്ച് ഞാൻ പൊളിച്ചേനെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അന്നേരം തിരിച്ചു പറയാൻ തോന്നിയത് എൻ്റെ പൊന്ന് ഒനീലെ ജസ്റ്റ് ഗെറ്റ് ഔട്ട് ഓഫ് ദെയർ. നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള പരിപാടിയല്ല, നിങ്ങൾ പുറത്തിറങ്ങിയിട്ട് ആളുകളുടെ ചെള്ളയടിച്ച് പൊളിക്കാൻ നടക്കൂ എന്ന് നമുക്ക് പറയാൻ തോന്നുന്നത് പോലെ അതൊരു ടാസ്ക്കാണ്. അതിനിടയിൽ ഒരുപാട് വട്ടം അതിലോട് പറയുന്നുണ്ട് ഈ ടാസ്ക് കഴിയുമല്ല, അങ്ങനത്തെ കുറേ സാധനങ്ങൾ. അതായത് അത് ടാസ്ക്കാണ്. ടാസ്കിൻ്റെ ഭാഗമായി നിങ്ങളും തിരിച്ച് അതുപോലെ നിന്ന് റിയാക്ട് ചെയ്യണം. അവിടെ നിങ്ങൾ പ്രഷർ ചെയ്യേണ്ടിയിരുന്നത് ജനറൽ മാനേജറെയാണ്. അവിടെ ആര്യൻ വന്ന് കയറി ഗ്രീൻ ടീ പാക്കറ്റുകൾ എടുത്തുകൊണ്ട് പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് നിങ്ങൾ ജനറൽ മാനേജറോട് പറയൂ. ജനറൽ മാനേജർ ഹോട്ടൽ ഉടമയുടെ മകളുമായി ചേർന്നാണ് അത് സംസാരിക്കേണ്ടത്. പക്ഷേ ലക്ഷ്മി കംപ്ലീറ്റ്ലി ഓഫാണ്. അവർ ഈ പരിപാടി വിട്ടുപോയി. റിയാസ് വന്ന് കയറി 2 പ്രാവശ്യം പ്രകോപിപ്പിച്ചു കഴിഞ്ഞപ്പോഴേക്കും ലക്ഷ്മിയുടെ ഗെയിം തന്നെ ഇല്ലാണ്ടായിപ്പോയി. അതിനിടയിൽ ഒനിയിലൊരു വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ഇവിടെ എല്ലാവർക്കും കൂടിയുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടല്ലോ, നീ ഓണറിൻ്റെ മോളാണെങ്കിൽ ഉപ്പിട് കാണട്ടെ എന്ന് പറയുമ്പോൾ ആര്യൻ ഒരു പിഞ്ച് സോൾട്ട് മാത്രം എടുത്ത് അതിലേക്ക് ഇടുന്നുണ്ട്. എന്നിട്ട് ടാസ്ക് ജയിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോഴും ഒനിയിൽ ഒന്ന് ചമ്മാണ് ചെയ്യുന്നത്. അതിനുശേഷം റിയാസും ആര്യനും ഒക്കെ കൂടി ഇരുന്ന് സംസാരിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ചിരി കാണുമ്പോൾ സഹിക്കാൻ പറ്റാതെ ഒരു കുപ്പി വെള്ളമായിട്ട് അത് ആര്യൻ്റെ തലയിൽ ഒഴിക്കാൻ നിൽക്കുന്ന ഒനിയിലിനെയാണ് നമ്മൾ കാണുന്നത്. നീ ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് ചൈൽഡിഷ് ഒന്നും അല്ല ഞാൻ പറയുന്നത്. അതിലും നിലവാരം കുറഞ്ഞ ബോധക്കേട് നിറഞ്ഞിട്ടുള്ള ആക്ടുകളാണ് ഒനീലിൻ്റെ ഭാഗത്തുനിന്ന് സംഭവിക്കുന്നത്. ചെറിയൊരു പ്രൊവോക്കേഷൻ മതി, പുള്ളിയുടെ കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോകും. അത് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് രാത്രിയാവുന്നു. റിയാസ് അനുമോളെയും ജിസേലിനെയും ആര്യനെയും ഒരുമിച്ച് ഫോട്ടോ എടുപ്പിക്കാൻ വേണ്ടിയിട്ട് ജിസേലിനോട് വയ്യ എന്ന് പറഞ്ഞ് കൺഫെഷൻ റൂമിൻ്റെ ഫ്രണ്ടിൽ കിടക്കാൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അനുമോളെ ചെന്ന് വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. അനുമോൾ തിരിച്ച് ഒരു ചോദ്യവും ചോദിക്കാതെ ജിസേലിന് വയ്യ ഒന്ന് വരുമോ എന്ന് ചോദിക്കുമ്പോൾ ഒരു ചോദ്യവും തിരിച്ച് ചോദിക്കാതെ വരുന്ന അനുമോളെ കാണുന്നുണ്ടായിരുന്നു. അത് ഭയങ്കര സന്തോഷമായിരുന്നു. ഒരാൾക്ക് വയ്യ എന്ന് പറയുമ്പോൾ ഗെയിമിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും അല്ലെങ്കിലും ജിസേലിനോട് അവർ കാണിച്ചിട്ടുള്ള ഒരു ശത്രുതാ മനോഭാവമെന്നോ അല്ലെങ്കിൽ അതിലും മോശമായിട്ടൊക്കെ ജിസേലിൻ്റെയും ആര്യൻ്റെയും കാര്യത്തിൽ അവർ ബിഹേവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരാൾക്ക് വയ്യ എന്ന് പറയുമ്പോൾ അയാൾ എണീറ്റ് വരാൻ കാണിച്ചിട്ടുള്ള ഒരു മനസ്സുണ്ടല്ലോ, അത് ആക്ച്വലി നമ്മൾ മലയാളികളുടെ കാര്യത്തിൽ തമ്മിത്തല്ലും തെറിവിളിയും ഒക്കെ ആണെങ്കിലും ഒരു അപകടം വരുമ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുമെന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡിനോടൊപ്പം ചേർത്ത് വെക്കാൻ പറ്റുന്നതായിരുന്നു. ആര്യനും ഒരുമിച്ച് വരുന്നു, അവർ ജിസേലിനെ എണീപ്പിക്കുന്നു. അതിനുശേഷം ക്യാമറയുടെ മുമ്പിൽ ഫേസ് വന്നതിന് ശേഷം ഇതൊരു പ്രാങ്ക് ആയിരുന്നു എന്ന് പറയുമ്പോൾ അപ്പോഴവർ ചിരിച്ചുകൊണ്ടാണ് പോകുന്നത്. അവർ ചീത്ത
വിളിക്കുകയോ ഉറക്കം നഷ്ടപ്പെടുത്തിയതിന് ബഹളം വയ്ക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ആരും പക്ഷേ ഉറക്കം പോയതിൽ ഇച്ചിരി സങ്കടമൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. ആ ഒരു ഉറക്കത്തിൻ്റെ ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത് ആര്യനെ സംബന്ധിച്ചൊരു വലിയ വിഷയമായിരുന്നു എന്നുള്ളത് റെനയുടെ വിഷയത്തിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്തായാലും ആ ഒരു ആക്റ്റോട് കൂടി ഈ എപ്പിസോഡും കൂടി ഇവിടെ തീരുകയാണ്. സമാധാനപരമായ 3 കാര്യങ്ങൾ കണ്ടു, 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്റ്റുകൾ കണ്ടു എന്നുള്ളതാണ് റിയാസ് വന്നതിന് ശേഷം ബിഗ് ബോസ് സീക്രട്ട് ടാസ്കുകൾ കൊടുത്തതിന് ശേഷം ഈ ഒരു ഹൗസിൽ സംഭവിച്ചത്. അതുവരെ സംഭവിച്ചത് നല്ലൊരു ടാസ്കിനെ, ഒരുപാട് സ്പേസ് ഉണ്ടായിരുന്ന, ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്ന ഒരു ടാസ്കിനെ എല്ലാവരും കൂടി ചാളാക്കോളമാക്കി കൈ കൊടുക്കുന്ന, ടാസ്ക് ലെറ്ററിൻ്റെ പരിസരത്തു കൂടി പോലും പോയിട്ടില്ലാത്ത വളരെ മോശമായിട്ടുള്ള ഒരു ഗെയിം പ്ലേ മാത്രമാണ് നമ്മൾ കണ്ടത്. ഓർത്തിരിക്കാനോ രസകരമായിട്ടുള്ളതുമായ ഒന്നും തന്നെ ഒരു പ്രേക്ഷകർക്കും സമ്മാനിക്കാത്ത ഒരു തോൽവി ടാസ്ക്കായി ഹോട്ടൽ ടാസ്ക് മാറുകയാണെന്നുള്ളതാണ് ഈ ഒരു ദിവസവും കൂടി കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. എനിക്ക് തോന്നുന്നത് ഇവരൊക്കെ എന്ത് ചെയ്യണം എന്നുള്ളത് ആൾക്ക് സീക്രട്ട് ടാസ്ക് കൊടുത്ത് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ പ്രേക്ഷകർക്ക് കാണാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. എന്തായാലും ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ വരാൻ പോവുകയാണല്ലോ. ഇപ്പോൾ പുള്ളിക്ക് വന്നു കഴിയുമ്പോഴും ഈ ടാസ്കിനെ കുറിച്ചും കുറച്ചൊക്കെ സംസാരിക്കാനുണ്ടാവും. പക്ഷേ സങ്കടമാണ്, പുള്ളി വന്നതിന് ശേഷം വീണ്ടും പറയാൻ പോകുന്നത് എന്താണ്? ടാസ്ക് ലെറ്റർ വായിക്കൂ, നന്നായി ഗെയിം കളിക്കൂ, നല്ല ഭാഷ ഉപയോഗിക്കൂ, ഇതൊക്കെ തന്നെയല്ലേ? ഇത് തന്നെ പുള്ളി എല്ലാ ആഴ്ചയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവും, ഇന്നത്തെ എപ്പിസോഡിലും നാളത്തെ എപ്പിസോഡിലൊക്കെ എന്തെങ്കിലും മാറ്റം ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം. വെറുതെ നമുക്ക് പ്രതീക്ഷിച്ചിരിക്കാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.